വേദിയിലിരിക്കുന്ന വളരെ പ്രിയപ്പെട്ടവരെ, ഞാനായിരിക്കുന്ന ധ്യാനകേന്ദ്രത്തിന്റെ പേര് മദർ ഹോം എന്ന, പ്രത്യേകമായി പരിശുദ്ധ മറിയത്തിന് സമർപ്പിതമായ ഒരു ആലയം എന്നാ സൂചിപ്പിച്ചത്. അമ്മ വീടെന്ന എന്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും മാതാവിന്റെ പ്രത്യേക മാധ്യസ്ഥത്തിലൂടെ വളർന്നു വരുന്ന എനിക്ക് ഈ മാതാവിനെ കുറിച്ചുള്ള ഈ കൺവെൻഷനിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞൊരു സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഞാൻ നിൽക്കുന്നു. ഞാനിങ്ങനെ വണ്ടിയെ പോകുന്നപ്പോൾ ഓർത്തു എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുകയാണ്. ഒരുപാട് ഒരുങ്ങി ഒന്നുമല്ല ഞാൻ വന്നേക്കുന്നത്. എന്റെ മനസ്സിൽ ദൈവം തോന്നിക്കുന്ന കുറച്ച് ചിന്തകൾ പങ്കുവെക്കും. ഞാനിങ്ങനെ പോകുന്നപ്പോൾ എനിക്ക് മനസ്സിലേക്ക് ആദ്യം തോന്നിയ വചനം പരിശുദ്ധ മറിയം പറഞ്ഞ വചനമാണ്. അതായത് ജീവിതത്തിലൊരു പ്രത്യേക ആഹ്വാനം ലഭിച്ചപ്പോൾ മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. അതായത് നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ വന്ന് ദൈവത്തിന്റെ അമ്മയാകാൻ വിളിച്ചപ്പോൾ അതിന്റെ എല്ലാ ഭവിഷ്യത്തൊന്നും ഓർക്കാതെ തന്നെ ആ ദൈവഹിതത്തിന് സമർപ്പിക്കാൻ മറിയം കാണിച്ചൊരു തന്റെ ഇടമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം എങ്ങനെയായിത്തീരുമെന്ന് നമുക്കറിയത്തില്ല. എല്ലാം കറക്റ്റായി പ്ലാൻ ചെയ്തല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് എന്താ ചോറും കറിയെന്ന് അടുക്കളക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കാർക്കും അറിയത്തില്ല. ഇന്ന് നമ്മൾ പോകുന്ന വണ്ടി വീട്ടിലെത്തുമോ എന്ന് നമുക്കറിയത്തില്ല. അതായത് മുൻപില് അനിശ്ചിതത്വങ്ങൾ ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാൻ വയ്യാത്തപ്പോഴും എല്ലാം ദൈവഹിതപ്രകാരം സംഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് ആത്മീയത എന്ന് ഞാൻ തിരിച്ചറിയാം. ഇന്ന് നമുക്കിപ്പോ രോഗശാന്തിയെക്കുറിച്ച് കേൾക്കായിരുന്നു. എല്ലാവരും രോഗം മാറുന്നതിനെക്കുറിച്ചും ക്ഷീണം മാറുന്നതിനെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും ദൈവം തരുന്നതൊക്കെ സ്വീകരിക്കുന്നതല്ലേ ആത്മീയത? എന്ത് ദൈവം തന്നാലും, ദൈവത്തിന്റെ പദ്ധതി എന്തായാലും, ദൈവത്തിന്റെ ഹിതം എന്തായാലും അതൊക്കെ സ്വീകരിക്കുന്നതല്ലേ ആത്മീയത എന്നൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബൈബിളിലെ ഒരു വചനം നിങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കാം. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 3 മുതലുള്ള വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ബൈബിളുള്ളവർ എന്റെ ഒപ്പം എടുത്തു നോക്കിയാലും കുഴപ്പമില്ല, 2 സെന്റൻസേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ വായിക്കാം. ഈശോ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യവും അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിൾ ഭാഗത്തിന്റെ പശ്ചാത്തലം ഓർക്കാം. ഈശോ ഇങ്ങനെ നടന്നു പോരുന്നു. എപ്പോഴും അങ്ങനെ നടന്ന പ്രസംഗിക്കുന്നത്. ഈശോയുടെ ചുറ്റിലെ ഏറ്റവും അടുത്ത വട്ടത്തിൽ 12 പേര് കാണും. അവരെ അപ്പസ്തോലന്മാരും നമ്മൾ വിളിക്കുന്നു. രണ്ടാമത് കുറച്ചു പേരും കൂടെ കാണും, 70 പേര് കാണും. അവരെ ശിഷ്യന്മാരെന്ന് നമ്മൾ വിളിക്കുന്നു. പിന്നെ അതിന്റെയും വട്ടത്തിൽ കുറെ പേര് കാണും. അത്ഭുതം കാണാൻ വന്നവര്, രോഗശാന്തി കിട്ടാൻ വന്നവര്, എന്നതാ പ്രസംഗിക്കുന്ന അറിയാൻ വന്നവര്. ഇങ്ങനെ എപ്പോഴും 10-200 പേരുടെ ഒരു കൂട്ടത്തിലാണ് ഈശോ നടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ നടന്നു പോരും 10-200 പേരില്. കുറച്ചുപേർ അങ്ങോട്ട് കയറി ഗ്രൂപ്പ് യോഗം കൂടി, കുറച്ചുപേർ ഇങ്ങോട്ട് വർത്താനം പറഞ്ഞു, കുറെ പേര് അങ്ങോട്ട് നോക്കി നിന്നപ്പോഴാ യേശു പെട്ടെന്ന് കൈ കൊട്ടി കൊടുത്ത എല്ലാരും ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. എല്ലാരും നോക്കി. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്ന് വെച്ച് നോക്കിയപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. ശിഷ്യന്മാർ തലകുലിക്കും. 7 പ്രാവശ്യം ഉപദ്രവിച്ചാൽ 7 പ്രാവശ്യം ക്ഷമിക്കണം. നെറ്റി ചുളുക്കിക്കൊണ്ടായാലും അവർ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ഈശോ കൂട്ടി 70 പ്രാവശ്യം ഉപദ്രവിച്ചാൽ 70 പ്രാവശ്യം ക്ഷമിക്കണം. ഇവർക്കൊക്കെ ആകെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അന്നേരമാണ് ഒരു ശിഷ്യൻ അങ്ങനെ എടുത്തടിച്ചോ ചോദിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. ഞാനിത് വായിച്ചപ്പോഴോർത്തു, ഈ ശിഷ്യൻ എന്നാ പൊട്ടംകുണാപ്പനാണ്. ഈശോ എന്തിനെക്കുറിച്ച് സംസാരിച്ചത്? ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. വിശ്വാസം എന്ന വാക്ക് ഈശോ മിണ്ടിയിട്ട് പോലുമില്ല. ഇവൻ എന്താ ചോദിക്കേണ്ടത്? ഈശോയെ ക്ഷമിക്കുന്നത് എങ്ങനെയാ? ക്ഷമിച്ച എന്ത് കിട്ടും ഈശോയെ? ക്ഷമിക്കാനുള്ള ടെക്നിക്ക് എന്താ ഈശോയെ? ക്ഷമിക്കുന്നതിന്റെ ദോഷം എന്താ ഈശോയെ? ഇങ്ങനെയൊക്കെയല്ലേ ഇവൻ ചോദിക്കേണ്ടത്. ചക്കെന്ന് പറഞ്ഞാൽ കൊക്കെന്നാണ് അവന് മനസ്സിലാക്കുന്നത്. ഇവനെന്താ ചോദിച്ചത്? കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്.
ഈ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോ ഇവനെന്താ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചത്? അപ്പോഴാണ് ഞാൻ പ്രായോഗികമായി ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഒക്കെ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് ശുശ്രൂഷകൾ പങ്കുചേർന്നിട്ടുണ്ട്, ക്ഷമയെക്കുറിച്ചുള്ള ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന യാഥാർത്ഥ്യം എന്താ? എന്റെ അച്ഛാ, ഞാനെല്ലാം ക്ഷമിച്ചത് അച്ഛാ, എന്നാൽ അവരെ കാണുമ്പോൾ ചൊറിഞ്ഞു കയറുക അച്ഛാ. കാരണം മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. അച്ഛാ, എന്റെ മനസ്സിൽ തിളച്ച് കയറി വരിക അച്ഛാ. കാരണം മനസ്സത് കിടക്കുക. കാരണം എന്താ? ഇത് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല? മനസ്സിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് വിശ്വാസം? പ്രിയപ്പെട്ട, ഞാൻ ഓർക്കും, 2 തരം വിശ്വാസമുണ്ട്. ഒന്ന് ദൈവശാസ്ത്രപരമായ വിശ്വാസം, അതാണ് വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്ന വിശ്വാസം. ദൈവം ഏകനാണ്, ത്രിയേക ദൈവമാണ്, പരിശുദ്ധാത്മാവുണ്ട്, മനുഷ്യാവതാരമുണ്ട്, സഭ, കൂദാശ, ഇതെല്ലാം ഒരു ഡോഗ്മാറ്റിക് വിശ്വാസം. നല്ലതാണ്, അത് വേണം. രണ്ടാമതൊരു വിശ്വാസമുണ്ട്. എന്താ രണ്ടാമത് വിശ്വാസം? അത് പ്രായോഗിക വിശ്വാസം. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില പ്രായോഗിക വിശ്വാസം ഉണ്ടെങ്കിലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഇത് ചില മേഖലകളിൽ ഒരു പ്രാക്ടിക്കൽ, ദൈവശാസ്ത്രമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കും പ്രാഗ്മാറ്റിക് ഫെയ്ത്തും ഒരു പ്രായോഗിക വിശ്വാസം. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രായോഗിക വിശ്വാസമാണ്. അതെന്താ വിശ്വാസം? അതിലെ ഒരു സെന്റൻസ്, എനിക്ക് വളരെ പ്രിയപ്പെട്ട സെന്റൻസ് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇതാണ്: എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെ കുറിച്ച് എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? അത് ഇതാണ്. എന്താ? എന്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് എത്രമാത്രം ആഴത്തിൽ വിശ്വാസമായി കഴിഞ്ഞോ നമുക്ക് ജീവിതത്തിൽ എല്ലാ സംഭവങ്ങളെയും സ്വീകരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ, രോഗമാകട്ടെ അപകടമാകട്ടെ, നഷ്ടമാകട്ടെ വിജയമാകട്ടെ, ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ്. എന്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതേ കരമുയർത്തി എന്റെ ഒപ്പം ഈ വചനമൊന്ന് പറഞ്ഞു പഠിച്ച്. എന്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഉറക്കെ ഒന്നും കൂടെ പറഞ്ഞേ. എന്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞു വെക്കും, there is nothing accidental in the plan of the Lord. അവിചാരിതം എന്നൊരു വാക്കില്ല ജീവിതത്തിന്റെ പദ്ധതിയിൽ. ഗോഡ് നെവർ ഫെയിൽസ്. ദൈവത്തിന് ഒരു തെറ്റും പറ്റുന്നില്ല. അതായത് പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ നിശ്ചയമാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ശാന്തനായ മനുഷ്യൻ. അതാണ് മറിയത്തിന്റെ മുഖം. ഞാൻ ഈ പരിശുദ്ധ മറിയത്തിന്റെ മുഖത്തേക്ക് നോക്കി ഓർക്കും, എന്തെല്ലാം സങ്കടങ്ങളിലൂടെ എന്തെല്ലാം വിഷമങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ഈ മറിയത്തിന്റെ മുഖത്ത് ഒരു ദുഃഖവുമില്ല. കാരണം സംഭവിക്കുന്നെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ആരോപണങ്ങൾ വന്നാലും അപവാദങ്ങൾ കേട്ടാലും രോഗം വന്നാലും ക്യാൻസർ വന്നാലും മുടി കൊഴിഞ്ഞു പോയാലും കല്യാണം മാറിപ്പോയാലും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം അറിയാതെ എന്താണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ട, ഇന്ന് നമ്മുടെ പല ആളുകളുടെ പ്രശ്നം ഈ ഒരു ബോധ്യമില്ല. അതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത എല്ലാവരും. എന്തിനാ എനിക്ക് വണ്ടി ആക്സിഡന്റ് പറ്റിയത്? എന്തിനാ എനിക്ക് ഈ രോഗം വന്നത്? എന്തിനാ എന്റെ കല്യാണം മാറിപ്പോയത്? എന്തുകൊണ്ടാ എനിക്ക് കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റത്? എന്തെല്ലാം ചോദ്യങ്ങളാണ്. ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്താ? അവനെന്നും ശാന്തനാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം ശാന്തനാണ്. ജീവിതത്തിലെ സകല സംഭവങ്ങളുടെ മുമ്പിലും അവനൊരു ശാന്തത സൂക്ഷിക്കും. ഞാൻ ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർക്കും, ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് തന്നെ കണ്ട് പഠിക്കാൻ, ഈശോയെ കണ്ട് പഠിക്കാൻ. എന്ത് കണ്ട് പഠിക്കാനാണ് പറഞ്ഞത്? രോഗശാന്തി കൊടുക്കുന്ന കണ്ടുപഠിക്കാൻ പറഞ്ഞില്ല, പ്രസംഗിക്കുന്ന കണ്ടുപഠിക്കാൻ പറഞ്ഞില്ല, വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്ന കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഓശാനയ്ക്ക് കഴുതപ്പുറത്ത് കയറുന്ന കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല, കുരിശെ മരിക്കുന്നതും കണ്ടുപിടിക്കാൻ പറഞ്ഞില്ല. ഈശോ എന്താ എന്നെ കണ്ട് പഠിക്കാൻ ആവശ്യപ്പെട്ടത്? രണ്ട് കാര്യങ്ങളെ ഈശോ ആവശ്യപ്പെട്ടത്. ഞാൻ ശാന്തശീലനും
വിനീത ഹൃദയനുമാകിയാൽ എന്നെ കണ്ട് പഠിക്കാൻ പറഞ്ഞു. അതായത് ഒരു ശാന്തതയുള്ള മനുഷ്യനാണ് ഞാൻ. ശാന്തതയുള്ള മനുഷ്യനാണ്. ജീവിതത്തെ എല്ലാ സംഭവങ്ങളുടെ മുമ്പിലും ഇങ്ങനെ ഇളകാത്ത ആത്മരം പോലെ നിൽക്കാൻ സാധിക്കും. അതാ പുണ്യം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കുറെ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. ആ നേരത്തൊക്കെ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ആത്മീയതയുള്ള മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? പലർക്കും മതാത്മകത കൂടുക. മതത്തിന്റെ പേരിൽ ഭയങ്കര സംഘടിതമായി എല്ലാവരും കൂടുക. ക്രിസ്ത്യാനിന്റെ മതം പറയുന്നു, ഹിന്ദുവിന്റെ മതം പറയുന്നു, മുസ്ലിമിന്റെ മതം പറയുന്നു. ഇങ്ങനെ മതാത്മകമായി ഭയങ്കര ഉയർന്നു. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. കുറച്ചും കൂടെ കടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ആധ്യാത്മികതയും കൂടുന്നു, സ്പിരിച്വാലിറ്റിയും കൂടുന്നു. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയറിയാം, ഹിന്ദുക്കളെല്ലാം ഗോപിക്കുറി വരയ്ക്കുന്നു, കയ്യെ ചാട്ട് കെട്ടുന്നു, ശബരിമലയ്ക്ക് പോകുന്നു, ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ കൂടുന്നു, പാമ്പളത്തെ പൂജകളൊക്കെ കൂടുന്നു. മുസ്ലിം സഹോദരങ്ങൾ അതുപോലെ തന്നെ അവിടെ ആചാരങ്ങളൊക്കെ ശക്തമാക്കുന്നു. പണ്ടത്തേക്കാൾ കൂടുതൽ റംദാൻ നോമ്പെടുക്കുന്നു. മിക്കവാറും പേര് ഇടത്തേക്ക് മുണ്ടെടുക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ഇടുന്നു. മതത്തിന്റെ ആചാരം കൂടി. നമ്മുടെ ആൾക്കാരോ പണ്ടത്തേക്കാൾ എല്ലാവരുടെ കഴുത്തേക്കടെ കൊന്തയുണ്ട്. എല്ലാവരും പള്ളിയിൽ പോകുന്നു, മലയാറ്റൂരൊക്കെ പോകുന്ന ആളുകൾ എണ്ണം കൂടുന്നു. 6 കിണ്ടലിന്റെ മരക്കുരിശുമായിട്ടൊക്കെ മലയാറ്റൂർ മല കയറുന്നു. വേളാങ്കണ്ണിക്ക് പോകുന്ന ആളുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ വിശുദ്ധനാട് പോകുന്ന ആളുടെ എണ്ണം കൂടുന്നു. മദർ തെരേസയെ കാണാൻ ഇതിന്റെ വിശുദ്ധ പ്രഖ്യാപനത്തിൽ റോമിൽ പോയവരുടെ എണ്ണം കൂടുന്നു. എന്തോ ഒരു ചടങ്ങ്. പള്ളികളൊക്കെ വലിയ പള്ളിയാവുന്നു, കൊടിമരങ്ങൾ സ്വർണം പൂശുന്നു, മുറ്റത്തൊക്കെ ഇന്റർലോക്ക് വരുന്നു, പെരുന്നാളിന് വെടിക്കെട്ട് കൂടുന്നു, 6 ടാബ്ള വരുന്നു, തായമ്പക നൃത്തം വരുന്നു, എല്ലാം ഭയങ്കരം. ഇതൊക്കെ ഇല്ലെങ്കിൽ ഒരു രസമില്ലെന്ന് പറയുന്നു. പക്ഷെ മതാത്മകത കൂടി ആധ്യാത്മികത കൂടി ശാന്തമായി ചിന്തിച്ച് ആത്മീയത എന്തോരം കൂടി, മനസ്സിൽ ദൈവികത എന്തോരം കൂടി. ഇത് മൂന്നാ പ്രിയപ്പെട്ടവരെ. മതാത്മകത, ആധ്യാത്മികത, ദൈവികത. എന്താണ് ദൈവികത? അതാണ് ഈ ശാന്തത. കൊളേസുകാർക്കുള്ള ലേഖനത്തില് 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനമാണ് ദൈവികതയുടെ വ്യാഖ്യാനം. പൗലോസ്ലീഹ കൊളേസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം 12-ാം വചനം, അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാദ്രങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും എന്ന നിലയിൽ നിങ്ങൾ എന്ത് കാര്യം ധരിക്കണം? 5 കാര്യങ്ങൾ. 1 കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കും. ഇതിൽ സൗമ്യത എന്നൊരു ഭാവത്തെക്കുറിച്ച് പറയാണ് ഞാൻ നിൽക്കുന്നത്. സൗമ്യത മനസ്സിലൊക്കെയുള്ള ഒരു ശാന്തതയാണ് സൗമ്യത. ഇന്ന് നമ്മുടെ ആൾക്കാർക്കൊക്കെ എന്തോ ഒരു ദേഷ്യമാ, എന്തോ ഒരു ടെൻഷനാണ്. ഞാൻ ഈ ആൾക്കാരെ കാണാനൊക്കെ വരുമ്പോഴെനിക്ക് അത്ഭുതം. എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ. എല്ലാവരുടെ മുഖം ഇങ്ങനെ പൊട്ടാൻ പോകുന്ന ബലൂൺ പോലെയാണ്. ചില മുഖം കണ്ടാ പെയ്യാൻ പോകുന്ന തുലാവർഷം മേഘം പോലെയാണ്. എന്തൊരു അസ്വസ്ഥ എല്ലാവർക്കും. ശാന്തത എന്നൊരു സ്വഭാവമില്ല. വീട്ടിലാണെങ്കിൽ ദേഷ്യപ്പെടുന്നു, എല്ലാവരും ദേഷ്യപ്പെടുന്നു, പുറത്ത് ദേഷ്യപ്പെടുന്നു, അച്ഛന്മാര് ദേഷ്യപ്പെടുന്നു, സിസ്റ്റേഴ്സ് ദേഷ്യപ്പെടുന്നു, സകലയിടത്തും ദേഷ്യവും മടക്കിക്കൊള്ളും. എന്തേ എല്ലാവർക്കും ഒന്ന് ശാന്തമാകാൻ പറ്റാത്തത്? ഈ ശാന്തത ഇല്ലാതെ ഉള്ളി ശാന്തതയില്ല. അതാ പ്രശ്നം. ഉള്ളി ശാന്തത ഉണ്ടാണെന്ന് സംഭവിക്കണം. എന്റെ ജീവിതത്തില് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കണം. ലൂക്കാസ് വിശേഷം 24-ാമത്തെ അധ്യായത്തില് 2 ശിഷ്യന്മാര് ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയി എന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. അവർ 2 പേര് എമ്മാവുസിലേക്ക് പോവാം. ഇവര് പോകുമ്പോൾ ഒരുപാട് സംസാരിച്ചു. അവിടെ പറയുന്ന വാക്കെന്താ? അവർ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. ലൂക്കാസ് വിശേഷം 24-ാമത്തെ അധ്യായം. ഇവരെന്താ തർക്കിച്ചുകൊണ്ടിരുന്നത്? ഇവര് യേശുവിന്റെ കൂടെ കൂടിയവരാ. പക്ഷെ വ്യാഴാഴ്ച രാത്രി യേശു പിടിക്കപ്പെട്ടു. വെള്ളിയാഴ്ച ഈശോ വിധിക്കപ്പെട്ടു. വെള്ളിയാഴ്ച 3 മണിക്ക് ഈശോ വധിക്കപ്പെട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അടക്കി. ഇവരാകെ തകർന്നുപോയി. ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിയതാ യേശുവിന്റെ പേരില്. എല്ലാം തകർന്നു പോയല്ലോ. എന്നാ വിചാരിച്ചു അവന്റെ ഡെഡ് ബോഡി ഉണ്ട്, അത് വെച്ച് ഒരു തിരിശേഷിപ്പ് പോലെ ഒരു രക്തസാക്ഷി മണ്ഡപമൊക്കെ ഉണ്ടാക്കി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി വിജയിപ്പിക്കാന്ന് വിചാരിച്ചപ്പോഴാം രാവിലെ ഞായറാഴ്ച രാവിലെ കേൾക്കുന്നു അവന്റെ ബോഡി പോലും അവിടെ ഇല്ലെന്ന്. അത് പെണ്ണുങ്ങളാ വന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ പറഞ്ഞുകൊണ്ട് മിക്കവാറും സത്യമാകാൻ സാധ്യതയുണ്ട്. പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞ് ബോഡി പോലും അവിടെ ഇല്ലെന്ന്.
ഇത് കേട്ടപ്പോൾ ചിന്തിച്ചു, ഇനി തിരുശേഷിപ്പും കിട്ടിയല്ല, ഇനി ഒരു രക്തസാക്ഷി മണ്ഡപം കെട്ടാനും പറ്റിയല്ല, ഇനി ഒരു ഘോഷയാത്ര നടത്താനും പറ്റില്ല, ഇനി എയിലെങ്കിലും പോയേക്കാം എന്ന് വെച്ച് അവര് പതുക്കെ കുന്നിറങ്ങി പോവുക. ജെറുസലേം എന്ന് പറഞ്ഞ കുഞ്ഞു കുന്നുമുള്ള താഴെ കുന്നിറങ്ങി ഇങ്ങനെ എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരും. ഇവർ രണ്ടുപേര് പോകുമ്പോഴും ഈശോ പതുക്കെ കൂടെ നടന്നു. കുന്നിറങ്ങുന്നവന്റെ കൂടെ നടക്കുന്നൊരു കർത്താവ്, കുന്നിറങ്ങുന്നവന്റെ കൂടെ നടക്കുന്നൊരു കർത്താവ് പതുക്കെ ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാ തർക്കിക്കുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്? എന്നെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നത്? നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, ദേഷ്യപ്പെടുന്നു, സങ്കടപ്പെടുന്നു, വിയർക്കുന്നു, അസ്വസ്ഥപ്പെടുന്നു. അപ്പൊ അവർ ചോദിച്ചു, ഈ ദിവസങ്ങൾ ഇവിടെ നിന്ന് സംഭവം ഒന്നും അറിയാത്ത ആളാണോ നിങ്ങൾ? എന്ത് സംഭവം? യേശു എന്നൊരു പ്രവാചകൻ വന്നു, അവൻ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്തു, അവൻ ഒത്തിരി നല്ല കാര്യം ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേയോ അവനെ യഹൂദന്മാർ പിടിച്ചു, വിധിച്ചു, അവനെ തൂക്കിക്കൊന്നു, അവന്റെ ഡെഡ് ബോഡി പോലുമില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? ആകെ സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോവാ. ഇവരിങ്ങനെ കുന്നിറങ്ങി പോകുമ്പോഴും കൂടെ നടന്ന ആള് ചോദിച്ചു, ലൂക്കാസ് സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലെ വചനം, അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മളിങ്ങനെ വയ്ക്കാം. ഞാനിങ്ങനെ വായിക്കും, അതിൽ 25-ാമത്തെ സെന്റൻസ്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? 24-ാമത്തെ അധ്യായത്തിൽ 25-ാം വചനം, ക്രിസ്തു ഇതിലൂടെയൊക്കെ കടന്നു പോകണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയല്ലേ? ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി നിശ്ചയിച്ചുള്ളതാണ്. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത് യൂദാസിന് ഒറ്റിക്കൊടുത്തതും പെസഹായുടെ കരച്ചിലും ദുഃഖവള്ളിയുടെ നൊമ്പരങ്ങളും ദുഃഖശനിയാഴ്ച ഏകാന്തതയും ഈ ഞായറാഴ്ചത്തെ ഡെഡ് ബോഡി കാണാതെ പോയതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് മന്ദബുദ്ധികൾ. എങ്കിൽ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ പകുതി പേരും മന്ദബുദ്ധികളാണ്. ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ സംഭവിച്ചത്? എന്തിനാ എന്റെ കൊച്ചു മരിച്ചത്? എന്തിനാ എന്റെ കെട്ടിയവൻ മരിച്ചത്? അല്ലെ എന്തിനാ കേസ് ഉണ്ടായത്? ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ജ്ഞാനം. ഈ ജ്ഞാനമില്ലാത്തവരെന്നും അസ്വസ്ഥപ്പെട്ടിരിക്കും. ഇതെല്ലാം സംഭവിക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് കൂടെ നടന്നു ചോദിച്ചത്, മന്ദബുദ്ധികളെ, അല്പവിശ്വാസികളെ, ക്രിസ്തു ഇതെല്ലാം സഹിക്കേണ്ടതില്ലേ? ക്രിസ്തു എന്ന വാക്കിന് മിശിഹ എന്നാണ് ഒറിജിനൽ വാക്ക്. ക്രിസ്തുവിന് മിശിഹ എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ മസഹ് എന്ന് പറഞ്ഞ വാക്കിന വരുന്നത്. ഈ മസഹ് എന്ന ഹീബ്രു വാക്കിനർത്ഥം മുങ്ങുക എന്നാണ്. പുഴയെ മുങ്ങുന്നതിന് പറയുന്ന വാക്കാ. അതായത് ഈ നൊമ്പരപ്പുഴയിൽ മുങ്ങിക്കേറിയിട്ടല്ലേ ഏതൊരു വ്യക്തി മിശിഹായായിട്ട് മാറുന്നത്? നൊമ്പരത്തിന്റെയും കണ്ണീരിന്റെയും പുഴയിൽ മുങ്ങിക്കേറിയിട്ടാണ് ഒരാൾ മിശിഹായായിട്ട് മാറുന്നത്. അതിലൂടെ കടന്നു പോകണം. കടന്നു പോകാതെ ആരാണ് മിശിഹയാകുക? പ്രിയപ്പെട്ട, നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ചില സഹനങ്ങള്, നൊമ്പരങ്ങള്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്ന മനുഷ്യർക്ക് ശാന്തത കിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കും. ഞാൻ ഓർക്കും, ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇടവകയിൽ വികാരിയായിട്ട് ജോലി ചെയ്യാം, ഒരു കുഞ്ഞ് ഇടവകയിൽ. ആ കാലത്ത് എല്ലാ വർഷവും ഞാൻ ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോകും. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് സാധാരണ ധ്യാനമുണ്ട്, അതിന് പുറമെ ധ്യാനിക്കാൻ. ആ കാലഘട്ടത്തിൽ ഞാൻ ധ്യാനിക്കാൻ പോയത് കൊളത്തുവേൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി. ധ്യാനിക്കാൻ പോയപ്പോൾ അവിടുത്തെ കൗൺസിലിങ്ങിന് വേണ്ടി പോയപ്പോഴും അവിടെ കൗൺസിലിംഗ് നടത്തിയ ഒരു നല്ല സഹോദരനോട് ചോദിച്ചു, അച്ഛൻ ഇപ്പോഴും എവിടെയാച്ച? നമ്മൾ ഇന്ന ഇടവകല. എന്നാ ചെയ്യാച്ച? ഞാനിങ്ങനെ പള്ളിയൊക്കെ പറഞ്ഞിരിക്കുക. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുന്നതാണല്ലോ അച്ഛാ കാണുന്നെന്ന് പറഞ്ഞു. അച്ഛൻ ഒരു ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുന്നതാണെന്നു. ഞാൻ പറഞ്ഞു, തെറ്റാന്നൊരു സന്ദേശം. കാരണം ഞാനൊരു ഇടവക അച്ഛനാണ്. ഞങ്ങളുടെ രൂപതയ്ക്ക് ധ്യാനകേന്ദ്രമില്ല, തലശ്ശേരി രൂപതയ്ക്ക് ധ്യാനകേന്ദ്രമില്ല. ഞാൻ ധ്യാന ശുശ്രൂഷയ്ക്ക് അങ്ങനെ സജീവമായി പോയി നിൽക്കുന്ന അച്ഛനുമല്ല. അതുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ പോയി നിൽക്കില്ല. ഒന്നാമത് ഞങ്ങൾക്ക് ധ്യാനകേന്ദ്രമില്ല നിൽക്കാൻ. രണ്ടാമത്തെ കാര്യം, മറ്റേതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ഞാൻ നിൽക്കുകയില്ല, അവരെന്നോട്ട് നിർത്തുകയില്ല. അതുകൊണ്ട് ഞാൻ പോയി നിൽക്കല്ലോ. അത്രയല്ല, ഇടവകയിൽ നിൽക്കാം. അപ്പൊ ആ അപ്പച്ചനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, അല്ല അച്ഛാ, അച്ഛനൊരു ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുമോ അച്ഛാ? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, എനിക്ക് ഇടവക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടവകാരി അച്ഛനാണ്.
ഈ പല അച്ഛന്മാരെ പോലെ ഇടവക ജീവിക്കുന്ന ഈ ഇടവകയുടെ എല്ലാ ആഘോഷം ഇഷ്ടം. കെട്ട്, മുക്ക്, അടക്ക്, ചവടക്ക്, വേദവാടം, മിഷിലീഗ്, മരാമത്ത്, പള്ളിപ്പണി, കപ്പ്യാര്, വെടിക്കെട്ട്, വേദവാടം, എല്ലാം ഞാൻ ആസ്വദിക്കുന്ന വിഷയം. ഇടവക ആസ്വദിക്കുന്ന അച്ഛനെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇടവകയെന്ന് മാറുന്ന പ്രശ്നമില്ല. പക്ഷേ ചേട്ടൻ പറഞ്ഞു തമ്പുരാൻ ഇങ്ങനെ തോന്നിക്കുക. ഞാൻ പറഞ്ഞു ദർശനം തെറ്റി വിട്ടു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇടവകയത്തിന് പിന്നെയും തുടർന്നു. ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ധ്യാനിക്കാൻ, അന്ന് കാലത്ത് ഈ പോട്ടയിൽ ആശ്രമത്തിൽ ഞാൻ ധ്യാനത്ത് വന്നു. സാധാരണ പോലെ ധ്യാനത്ത് വന്നു. ധ്യാനത്ത് വന്ന് ധ്യാനം കൂടി ഇപ്പോൾ ഒരു സഹോദരി അടുത്ത് എന്നെ കൗൺസിൽ വിട്ടു. ആരുടെ അടുത്തോ വിട്ടു. ഞാൻ അവിടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ നിൽക്കുന്നതാണല്ലോ അച്ഛാ കാണുന്നത്. ഞാൻ പറഞ്ഞു ഈ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുന്നത് അല്ല അച്ഛാ, അച്ഛനൊരു ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആകും അച്ഛാ. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സഹോദരി, ഞാൻ ധ്യാന കേന്ദ്രം ഇല്ല രൂപതയ്ക്ക്, അങ്ങനെ പ്രസ്ഥാനമില്ല. പക്ഷെ അവർ പറഞ്ഞു ദൈവം ഇങ്ങനെ തോന്നിക്കാച്ച. ഞാൻ പറഞ്ഞു വിട്ടുകളഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. എന്താ ഈ പറയുന്നത്? ഒരിക്കൽ പോലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ദർശനം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് വെറുതെ ശാന്തമായി ചിന്തിക്കാം. അത് കഴിഞ്ഞൊരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും സംഭവിച്ചു. ഇപ്പൊ ഞാൻ ധ്യാനകേന്ദ്രത്തില. കഴിഞ്ഞ 12 വർഷമായി ധ്യാനകേന്ദ്രത്തില. ഞാൻ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. അതായത് ദൈവം അന്ന് നിശ്ചയിച്ച കാര്യം സംഭവിച്ചു. രൂപതയ്ക്ക് ധ്യാനകേന്ദ്രം ഉണ്ടായി. ഞാൻ അതിൽ വന്നു. ധ്യാനകേന്ദ്ര ഡയറക്ടറായി 12 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു. അതായത് ആ കാലഘട്ടത്തിലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതായത് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ദൈവം എന്നെക്കുറിച്ച് പദ്ധതി കണക്കാക്കിയില്ലേ. പഴയ പാട്ട് ഞാൻ ഓർത്തു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പാട്ട്. ആകാശങ്ങളിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ. അടുത്ത വരിയാ പാടേണ്ടത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. എന്റെ സ്വപ്നങ്ങളല്ല. നമ്മളെന്നും തെറ്റിച്ച് പാടും. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എന്റെ സ്വപ്നങ്ങളോട് അല്ല. അത് എഴുതി വെച്ച ആളെ കുറിച്ച് വെച്ചത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. ദൈവത്തിന് കുറെ സ്വപ്നങ്ങളില്ലേ? എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ചൊക്കെ, നമ്മൾ നടന്നു പോകേണ്ട വഴികളെക്കുറിച്ചൊക്കെ. അതാണ് വിജയം. ആ സ്വപ്നങ്ങൾക്കൊത്ത് പൂക്കുന്നതാണ് വിജയം. അതായത് നിങ്ങളെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിന്റെ ഹിതമുണ്ട്. അത് നമ്മൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മളെന്താ ടെൻഷൻ പിടിക്കുന്നേ? ഈ റോക്കറ്റൊക്കെ അയക്കുന്ന TV ഞാൻ കാണും. ഈ റോക്കറ്റൊക്കെ നമ്മുടെ ഈ തുമ്പ സ്പേസ് സെന്ററിൽ നിന്നും ശ്രീഹരിക്കോട്ടയിൽ നിന്നൊക്കെ ഈ ചന്ദ്രയാനൊക്കെ അയക്കുമ്പോൾ അവർ ആകാശത്തേക്കല്ല നോക്കുന്നത്. പിന്നെ അവരെങ്ങോട്ടാണ് നോക്കുന്നത്? കമ്പ്യൂട്ടറിലേക്കാണ് നോക്കുന്നത്. മുമ്പത്തെ മോണിറ്ററിലേക്കാണ് നോക്കുന്നത്. ഈ റോക്കറ്റ് പോകേണ്ട കൃത്യമായ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട് അവർ ആ മോണിറ്ററിൽ. ഇങ്ങനെ പോണം, ഇത്ര അളവിൽ പോണം. എന്നിട്ട് ശാസ്ത്രജ്ഞന്മാര് ആകാശത്ത് നമ്മൾ ചുമ്മാ വാണം പെരുന്നാളിന്റെ വാണം വിട്ട് നോക്കിക്കല്ലോ അവര്. നോക്കുക, ഇത് കൃത്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവർ പറയും വിജയിച്ചെന്ന് പറയും. പ്രിയപ്പെട്ട, നമ്മളെ കുറിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച മോണിറ്ററിൽ തമ്പുരാനൊരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് കൃത്യം അതിലൂടെ പോണം. അതിലൂടെ പോയാ ജീവിതം വിജയിച്ചു. അല്ലാണ്ട് ഇത്തിരി അങ്ങോട്ട് മാറിയാലും കുറച്ച് ഇങ്ങോട്ട് മാറിയാലും ജീവിതം പരാജയപ്പെട്ടു പോയി. എന്റെ ജീവിതത്തെക്കുറിച്ച് തമ്പുരാൻ കണ്ട സ്വപ്നങ്ങള്, തമ്പുരാൻ കണ്ട നിർദ്ദേശങ്ങള്, തമ്പുരാൻ വരച്ച വര ഞാനങ്ങ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതാണ് ആത്മീയത. നിങ്ങൾക്കല്ലാണ്ട് രോഗം വന്ന, തീർച്ചയായും രോഗം വന്നാൽ മാറും. രോഗം മാറുന്നില്ലെങ്കിൽ മാറണ്ട. അൽഫോൻസാമയുടെ രോഗം മാറിയോ? രോഗം മാറിയോ? അൽഫോൻസാമ ആകിയല്ല. എബ്രാസ്യമ്മയുടെ രോഗം മാറിയോ? എബ്രാസ്യമ്മയ്ക്ക് 3 പ്രാവശ്യം രോഗലേപനം കൊടുത്തിട്ടുണ്ട്. എബ്രാസ്യ രോഗം മാറിയോ? മാറിയില്ല. സെമിനാരി ഒരു കാലത്ത് അവധിക്കാലത്ത് വരുമ്പോൾ സ്വന്തം അപ്പനും അമ്മയും മരിച്ച കാര്യം കുര്യാക്കോസ് എന്ന പയ്യൻ, 16 വയസ്സുകാരൻ പയ്യൻ അറിയുന്നത്. കോളറ വന്ന് സ്വന്തം അപ്പനും അമ്മയും മരിച്ചു എന്ന് അറിഞ്ഞിട്ട്, എടാ വീട്ടിൽ ആൺതരി ആരുമില്ല, മോനെ ഇവിടെ നിക്കടാ, നിന്റെ അല്ലേ സ്വത്ത്, കല്യാണം ആലോചിക്കാം, പാരമ്പര്യം നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് നടന്ന പയ്യനാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്നത് വിശുദ്ധൻ. അല്ലാണ്ട് അപ്പനും അമ്മയും മരിച്ച എന്തിനാ? അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇനി ഭൂമിയിൽ നിൽക്കാന്നല്ല. ജീവിതത്തിൽ ചില സംഭവങ്ങളുടെ മുമ്പില് ഇത് ദൈവത്തിന്റെ ഹിതമാണ് തിരിച്ചറിയുന്നവരാ വിശുദ്ധരും. ഇന്നെല്ലാവരും നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുക. മറിച്ച് എന്താണ് ഏറ്റവും വലിയ നേട്ടം? ദൈവഹിതത്തിനായി സമർപ്പിക്കാനുള്ള കരുത്താണ്. അതാണ് പരിശുദ്ധ മറിയത്തിന്റെ കരുത്ത്. മറിയത്തോട് പറഞ്ഞു വെച്ചു, നീ ദൈവത്തിന്റെ അമ്മയാകുമെന്ന് പറഞ്ഞു വെച്ചപ്പോൾ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണോ? ഞാൻ സമ്മതിക്കുന്നു. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. ആ നേരത്തൊക്കെ ദൈവം എനിക്ക് തന്നതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ദൈവം അറിയാതെയോ
അനുവദിക്കാതെയോ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.